43ാമത് അന്താരാഷ്ട്ര ഷാർജ പുസ്തകമേളയിൽ പ്ലസ് വണ്ണുകാരിയായിട്ടുള്ള ഫാത്തിമ ഷെരീഫിൻ്റെ കവിതാ സമാഹാരം 14-ാം തീയതി പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ അല്ല 4ാമത്തെ പുസ്തകമാണല്ലേ. അപ്പോൾ എന്താണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം യഥാർത്ഥത്തിൽ എന്താണ്? ഇത് 50 പോംസ് ആണ്. അപ്പം ഞാനിതിൽ കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഇപ്പം ഒരു ദിവസം ഞാൻ എൻ്റെ ചുറ്റിലും കാണുന്നത് അന്ന് ജോട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ കാണുന്നത് നെക്സ്റ്റ് ഇതാക്കി. അപ്പം പോയമിൻ്റെ ടൈറ്റിൽസ് ഒഴിവാക്കി ആ ദിവസത്തിൻ്റെ ഡേറ്റ് ആയിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പം ഈ പോംസിൽ ഉള്ളടക്കം എന്ന് വെച്ചാൽ നമ്മളെ സറൗണ്ടിങ്ങിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പം ഈ പ്രത്യേകിച്ച് ഈ ഒരു ടൈം വിറ്റ്നസിങ് കുറേ വാർസ്, ജെനസൈഡ്സ്, അതേപോലെ തന്നെ ലോട്ട് ഓഫ് ഹ്യൂമാനിറ്റേറിയൻ പ്രോബ്ലംസ്, ഈ ഒരു ടൈം അതെല്ലാം ക്യാപ്ചർ ചെയ്ത് അതേപോലെ തന്നെ ഇൻഡിവിജ്വലി ആയിട്ട് എനിക്കും നടക്കുന്ന എൻ്റെ ലൈഫിൽ എഫക്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്, അതേപോലെ തന്നെ എനിക്ക് ക്ലോസ് ആയ ആൾക്കാർ എഫക്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാം ക്യാപ്ചർ ചെയ്തിട്ട് ആണ് ഈ ബുക്ക് ഞാൻ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ 4ാമത്തെ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഇപ്പോൾ വീണ്ടും രാജ്യാന്തര അപ്പോൾ പുസ്തകമേളയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താ തോന്നുന്നത്? ഇപ്പോൾ 4ാമത്തെ പുസ്തകമാണല്ലോ. അപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പം ഞാൻ ബുക്സ് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ വായിക്കും. അപ്പം നാട്ടിലായതുകൊണ്ട് ഇവിടത്തേക്ക് ഷാർജ ബുക്ക് ഫെയറിനെ കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ടേക്ക് വരാൻ കഴിഞ്ഞില്ല. ഇപ്പം എൻ്റെ 4 ബുക്സും ഇവിടെ റിലീസാക്കാൻ കഴിയുമ്പോൾ ഐ എം ഫീലിംഗ് എക്സ്ട്രീംലി ഹാപ്പി. ഒരു പുതിയ എഴുത്തുകാരിയാണല്ലോ ചെറുപ്പം തൊട്ട്. ഇപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ പ്രയോജനമാകുന്ന ഒരു രീതിയിൽ എഴുതി തുടങ്ങുകയാണ്. അപ്പോൾ ഈ പുസ്തകമേളയിൽ ഒരു ആംബിയൻസ് ഒക്കെ എങ്ങനെ തോന്നുന്നു? കുറേ കുട്ടികളുണ്ട് പുസ്തകങ്ങളായിട്ടും പ്രകാശനം ചെയ്യുന്ന, ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ മൊത്തത്തിലൊരു ഫീലിങ്സ്, ഇവിടെയുള്ള ഒരു ആംബിയൻസ് ഒക്കെ? അപ്പോൾ ഞാനിവിടെ വന്നത് എൻ്റെ ബുക്ക് റിലീസ് ചെയ്യാനാണെങ്കിലും എൻ്റെ കോൺസെൻട്രേഷൻ ഫുള്ളും ബാക്കിയുള്ള ബുക്കുകൾ നോക്കാനും വായിക്കാനും അത് പർച്ചേസ് ചെയ്യാനും. അപ്പം ഇവിടെ വന്നാൽ ഇപ്പം വേറെ ആൾക്കാരെ കാണുമ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും മൊത്തം ഇവിടെ സറൗണ്ടിങ്ങിലുണ്ട്. സോ ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതാനും ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനൊക്കെ എല്ലാ ആശംസകളും ഗൾഫ് ചന്ദ്രികയുടെ ഭാഗത്ത് നേരുന്നു. For more updates, follow and subscribe Gulf Chandrika.